ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് ഈസി ടിപ്സ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമായാണ്. എന്താണെന്നല്ലേ, നമ്മുടെ അമ്പഴങ്ങ അച്ചാർ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഇതിനായി ഞാനിപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ആണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇതൊരു 2 ടീസ്പൂണോളം വരും. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായി ഫ്ലെയിം കുറച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അടുത്തത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഉപ്പിലിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന അമ്പഴങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും അച്ചാർ ഉണ്ടാക്കുന്നതിന് മുമ്പേ ഒന്ന് ഉപ്പിലിട്ടിടുകയാണെങ്കിൽ ഒരു പ്രത്യേക രസം, ഒരു രുചി കിട്ടും. അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിക്കണില്ല. നമ്മൾ ഉപ്പിലിട്ട ആ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യം വരില്ല. അഥവാ കുറവുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഇനി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉപ്പ് നോക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറവാണ്, അപ്പോൾ നമുക്കൊരു ലേശം കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് വേണ്ടത് കായ്പ്പൊടിയാണ്. അപ്പോൾ ഇതൊരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. കായ്പ്പൊടിയൊക്കെ ഉണ്ടെങ്കിലാണ് ആ കറക്റ്റ് അച്ചാറിൻ്റെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ കായ്പ്പൊടിയൊക്കെ എന്തായാലും ഇടണം, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ ആദ്യം തന്നെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയും കടുകാണ്. അപ്പോൾ അതിൻ്റെ പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം തയ്യാറായിരിക്കുകയാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ സൂപ്പർ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ.